ഇന്ത്യയിലെ പ്രഥമ നാഷണൽ മറൈൻ പാർക്ക് എവിടെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏതാണ്? മംഗളവനം. വേമ്പനാട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? പാതിരാമണൽ ദ്വീപ്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സാലിം അലി. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അമേരിക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂളന്നൂർ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ അണ്ണാമലൈ കുന്നുകളിൽ. കേരളത്തിലെ ജൈവ ജില്ല ഏതാണ്? കാസർഗോഡ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ നായകൻ ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. 2022 പരിസ്ഥിതി ദിന തീം? ഓൺലി വൺ എർത്ത്. ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? WG റോസൻ. ഗ്രീൻ പീസ് സ്ഥാപിതമായ വർഷം? 1971. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അന്തർദേശീയ സംഘടന ഏതാണ്? ഗ്രീൻ പീസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഇടുക്കി. WWFന്റെ ആസ്ഥാനം? സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻസ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? രാംഡിയോ മിശ്ര. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. ആഗോളതാപനത്തിന് ഇടയാക്കുന്ന മറ്റു വാതകങ്ങൾ ഏതൊക്കെയാണ്? ക്ലോറോഫ്ലോറോ കാർബൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? 10. ഇക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ടാൻസ്ലി. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? സ്വീഡൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? റേച്ചൽ കാഴ്സൺ. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ആസാമിലെ മാനസ് ദേശീയ ഉദ്യാനം. റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ വിഖ്യാത രചനയായ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയ ഉദ്യാനം ഏതാണ്? മധ്യപ്രദേശിലെ കൻഹ ദേശീയ ഉദ്യാനം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബയോസ്ഫിയർ അല്ലെങ്കിൽ ജൈവമണ്ഡലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വയനാടിലെ എടവക. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഒറ്റ വിത്തുള്ള ഫലം എന്താണ്? തേങ്ങ.
കേരളത്തിലെ മനുഷ്യ സ്പർശമേൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനം ഏതാണ്? പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. ഓസോൺ പാളി നശിക്കാൻ പ്രധാന കാരണം എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്. സമാധാനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? പ്രാവ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? നെയ്യാർ. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ. ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ആയി 1969 രൂപം കൊണ്ട ഡോൺ മേക്ക് എ വേവ് കമ്മിറ്റി ഏത് പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമിയായിരുന്നു? ഗ്രീൻ പീസ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? കൊൽക്കത്ത. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമല. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രമായ പാറോട്ടുകോണം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? 10ാമത്തെ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആരാണ്? സുനിത നാരായണൻ. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് രീതി അറിയപ്പെടുന്ന പേര്? ബോൺസായി. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? നൂറുമേനി. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? കസ്തൂരി രംഗൻ. ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ്? നെതർലാൻഡിലെ ആംസ്റ്റർഡാം. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. ബയോമാഗ്നിഫിക്കേഷന് കാരണമാകുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? TDT, മെർക്കുറി. ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ എത്തുന്ന പ്രതിഭാസം? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ ഏതാണ്? പാനിപ്പത്ത്. വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ്? അശോകൻ. ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കാനായി 1974 രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചേർന്നു നിൽക്കുക. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ മാറ്റം.
സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? മൃണാളിനി സാരാഭായ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം എന്നാണ്? 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പ്രൊഫസർ ആർ മിശ്ര. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? റേച്ചൽ കാഴ്സൺ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5.